ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹനാസ് ക്രിയേഷൻ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ കുന്നംകുളം എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ നൈറ്റിൽ പോയ വീഡിയോ ആയത് കാരണമാണ് ഒരു നൈറ്റിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമല്ല. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് പെരുമ്പിലാവ് ഭാഗത്താണ്. അപ്പോൾ കുന്നംകുളത്തേക്ക് അധികം വഴിയൊന്നുമില്ല. അപ്പോൾ നൈറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു വൈകിയതിന് ശേഷമാണ് പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ലൈറ്റും അങ്ങനെ കടകളുടെ ഷോപ്പിൻ്റെ ഇതൊക്കെ കണ്ടു നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുന്നംകുളം എത്തി. പിന്നെ അധികം ഒന്നും ദീർഘിപ്പിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കുന്നംകുളം എത്തി നോക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് നമ്മളെ വലിയ യന്ത്രയൂഞ്ഞാലില്ലേ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അത് കണ്ടു നോക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന വഴിക്ക് ഗുണഗേവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫിലിമിലെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അതിൻ്റെ കയറി കഴിക്കുന്നത്. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കയറിയതിന് ശേഷം അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ. അവിടെ നിന്നൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആകെ ഇരുട്ടായിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാണ്ടായിരുന്നില്ല. അത് കാരണം അങ്ങനെയൊന്നും എടുത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈമല്ല അവിടെ പോകുന്നത്. അവിടെ ചെറിയ എലിഫൻറ്റിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിക്കാത്തതായ കാരണം അതൊന്നും പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് മിസ്സായിപ്പോയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലവ് ബേർഡ്സ്, പ്രാവ്, പിന്നെ വലിയ കോഴി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, ഗിനിക്കോഴി അങ്ങനെ എന്തോ പറയില്ല, അങ്ങനെ കുറച്ച്. അത് തന്നെ അന്തരീക്ഷം നമുക്കൊരു ഫോറസ്റ്റ് മോഡലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഈ കിളികൾക്കൊക്കെ അവരുടെ ഒരു പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് അവർ ഒരു കരിയിലയും ഇതൊക്കെ കൊടുന്നിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പിന്നെ പോയത് അവിടുന്ന് വേറൊരു എൻട്രൻസിലേക്ക് കടന്നിട്ട് ഫിഷിൻ്റെ ഒരു അക്വേറിയം സ്റ്റൈലായിരുന്നു അവിടെ. അതിൽ കുറേ അധികം അക്വേറിയം ഉണ്ട്. അതിൽ പല വെറൈറ്റി ഫിഷുകളുണ്ട്. പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം കാണാൻ. ചെറിയതും വലുതുമായിട്ട് പലതരം പല കളറിൽ. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. എല്ലാതും നമുക്കൊരു ഇരുട്ടിൻ്റെ മറവിലുള്ള ഒരു പ്രതിഭാസങ്ങൾ തന്നെയായിരുന്നു. അതിൻ്റെ ലൈറ്റ് കൊണ്ടും പിന്നെ അതിൻ്റെയൊക്കെ ഒരു സെറ്റിങ്സ് കൊണ്ടുമാണ് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു ഇത് കുന്നംകുളത്ത് വരുന്നത് നമ്മൾ പട്ടാമ്പി റൂട്ടിൽ നിന്ന് കുന്നംകുളം പോകുമ്പോൾ ചെറുവത്തൂർ ഗ്രൗണ്ട് എന്ന് പറയും. കുന്നംകുളം എത്തുന്നതിന് മുന്നേ വലിയൊരു ഗ്രൗണ്ട്, അത്യാവശ്യം പരിപാടികളൊക്കെ വെച്ച് നടത്തുന്ന ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. എൻട്രൻസിലേക്ക് നമുക്ക് കയറാൻ 80 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പിന്നെ പാർക്കിങ്ങിന് വേറെ ക്യാഷ് വേണം. പിന്നെ ഇങ്ങനെയൊക്കെ 80 രൂപ കൊടുത്താലും നമുക്ക് അടുത്തൊക്കെ ഇങ്ങനെ ഫാമിലികൾക്ക് പോയി കാണാൻ പറ്റിയ നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാവുന്നതാണത്. ഫിഷിൻ്റെ എല്ലതും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് സ്റ്റാളുകളാണ്. അതിൽ പല ഐറ്റംസ് ഇത് കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്കെച്ച് കൊണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കറുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ നോക്കി നോക്കുമ്പോൾ നമ്മൾ സ്കെച്ച് ഈ ഒരു കുഴലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുമ്പോൾ പലതരം നമ്മൾ ഏത് ചിത്രം വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ കണ്ടത് പഴയ തരം മിഠായികൾ, പഴയ മോഡലുണ്ട്, പിന്നെ കുറച്ച് പുതിയതുണ്ട്. നമുക്ക് കണ്ടറിയാമല്ലോ, കുറച്ച് പുതിയ ഐറ്റംസും ഉണ്ട്, പഴയതുണ്ട്. പിന്നെ ഒന്നാമത് നല്ല കളർഫുൾ ആയിട്ടുള്ള മിഠായികളായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് മേടിക്കാം. ഏത് പാക്കറ്റ് എടുത്താലും 20 രൂപ എന്നുള്ള റേറ്റിനാണ്. പിന്നെ സ്കെച്ചിൻ്റെ അത് ഞാൻ ചോദിച്ചിട്ടില്ല, ഇത് 20 രൂപയായിരുന്നു. ഇതിന് പലതരം മോഡൽ. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നത്. പഴയ മിഠായികളാണല്ലോ. പിന്നെ അടുത്ത സ്റ്റാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം പപ്പടങ്ങളായിരുന്നു. മസാല പപ്പടം, പിന്നെ നോർമൽ പപ്പടം, പിന്നെ കളർ പപ്പടം. അതിൻ്റെ ചാർട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവർ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ചക്കരയാണ്, പനഞ്ചക്കര. അപ്പോൾ അതെല്ലാം അവർ സാമ്പിൾ നോക്കാനും നമുക്ക് തരുന്നുണ്ട്. പിന്നെ അത്തറുകളുണ്ട്. അത്തറിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ 200 രൂപയുടെ ഒരു അത്തറിൻ്റെ ബോട്ടിൽ മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ എൻട്രൻസ് ഫീ വരുന്നില്ലേ, അത് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്നത് കുട്ടികളുടെ റൈഡും ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്, വലിയ ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഗെയിംസുകളുണ്ട്. പിന്നെ ഇതേപോലെ റൈഡുകളും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അത്യാവശ്യം എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. കുട്ടികൾ ഞങ്ങളുടെ വീട് ഈ ഒരു ചാലിശ്ശേരി ഭാഗമായിട്ടുള്ള കാരണം മുല്ലറമ്പത്ത് പൂരത്തിന് ഞങ്ങൾക്ക് ഇതേപോലെ റൈഡുകളും എല്ലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ എല്ലാ കൊല്ലം ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ, പിന്നെ പാർക്കുകളിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്, സാധാരണ റൈഡുകൾ തന്നെയായിരുന്നു. എല്ലാത്തിനും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ 50 രൂപ, 100 രൂപ, 80 അങ്ങനെയൊക്കെയുള്ള ചാർജുകളും. പിന്നെ കുറച്ച് വലിയവർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഗെയിംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. 2-3 പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഗുണ ഗേവ് എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടണേ.